സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഹൈ സീസ് ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി എന്ന് പറയുന്നതാണ്. സോ നമ്പർ ഓഫ് ട്രീറ്റി ഇപ്പൊ നമ്മൾ ഒരുപാട് സെഷനുകളിൽ നമ്മൾ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റീസ്, കൺവെൻഷൻസ്, എഗ്രിമെന്റ്സ്, ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് ടേംസ്, ഇത്തരത്തിലുള്ള കുറേ ടേമുകൾ കാണാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഗ്ലോബൽ ട്രീറ്റീസ് അല്ലെങ്കിൽ ഗ്ലോബൽ ആൻഡ് എൻവയോൺമെന്റൽ ട്രീറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ അടുത്ത കാലത്ത് ഒരുപാട് രാജ്യങ്ങൾ പല മേഖലയിലും ഇത്തരത്തിലുള്ള ട്രീറ്റികളിൽ ഒപ്പുവെക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റി അല്ലെങ്കിൽ കൺവെൻഷൻസ് ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഡെവലപ്പിംഗ് കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ് അങ്ങനെയുള്ള ഇക്കണോമിക്കൽ ആസ്പെക്റ്റ് അല്ല അതിലെ പ്രധാനം. ഇപ്പം എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണെങ്കിൽ പല രാജ്യങ്ങളും അതിൽ പങ്കെടുക്കാം. ഇവിടെ പ്രത്യേകത ഇറ്റ്സ് അബൌട്ട് ദ ഹൈ സീസ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഇവിടെ അതിൻ്റെ ട്രീറ്റിയെ സംബന്ധിക്കുന്ന ഒരു ടേം എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ഫസ്റ്റ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് വിസിബിൾ ആണ്, കാണാം. അതായത് ഗ്രത്തൽ ആംഗുലർ എന്ന് പറയുന്ന ഹി വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് IUCN. IUCNനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. സോ ഇറ്റ്സ് വർക്കിംഗ് ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ, അത് തന്നെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അതിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെബ്സൈറ്റ് IUCNൻ്റെ വെബ്സൈറ്റ്. IUCN വെബ്സൈറ്റിൽ IUCNൻ്റെ റെഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് IUCN കൺസർവേഷൻ ചെയ്യുന്ന ലിസ്റ്റിൽ ഏതൊക്കെ സ്പീഷീസ് ആണ് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് വൾണറബിൾ, സോ ഇങ്ങനെയുള്ളൊരു ലിസ്റ്റ് ഓഫ് സംഭവങ്ങളെ കുറിച്ച് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം പല ജീവികളും പല നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആൻഡ് സം സ്പീഷീസ് എന്ന് പറയാം. അപ്പോൾ സ്പീഷീസ് എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, ഇല്ലാതായത്, അല്ലെങ്കിൽ ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് അതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് നിങ്ങൾ പിന്നീട് ചെക്ക് ചെയ്ത് നോക്കുക, IUCNൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ ഇവിടെ IUCN എന്നുള്ള കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. IUCNൻ്റെ കേസിൽ എഴുതിയിരിക്കുന്നതാണ് അർജ്ഡ് കൺട്രീസ് വേൾഡ് വൈഡ് ടു സ്ട്രൈവ് ഫോർ എ ഫുള്ളി ഫങ്ഷണൽ ഹൈ സീസ് ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഹൈ സീസ് എന്ന് പറയുമ്പോൾ ഒന്നാമത് അറിയേണ്ടത് ഇറ്റ് ഈസ് നോർമലി ഇപ്പോൾ ഹൈ സീ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. അതായത് നമ്മൾ അറിയാലോ, ഒരു രാജ്യത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുടെയും ഒരുപോലെയല്ല. ഇപ്പം ഇന്ത്യയുടെ അതിർത്തി എന്ന് പറയുന്നത് കുറച്ച് ദൂരം വരെ ഉണ്ടായിരിക്കും. ഇറ്റ്സ് നോട്ട്, നമ്മൾ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനിലാണ് കണക്കാക്കുന്നത്, കിലോമീറ്റർ എന്ന് പറയുന്നത് അല്ല. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ ഹൈ സീസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലി വേൾഡ് വൈഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. സോ അത് തന്നെയാണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്. നോക്കാം. ദ ഹൈ സീസ് ആർ ദോസ് ഏരിയ ഓഫ് ദ വേൾഡ്സ് ഓഷ്യൻസ് ദാറ്റ് ആർ ഔട്ട്സൈഡ് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അധികാര പരിധിക്ക് പുറത്താണ് എന്ത് ഹൈ സീസ് എന്ന് പറയുന്നത്. സോ ഹൈ സീസ് എന്ന് പറഞ്ഞാൽ ഉൾക്കടലാണ്, ആഴം കൂടിയ കടൽ ഭാഗങ്ങളും, അതായത് നമ്മൾ ഇന്റർനാഷണൽ ബൗണ്ടറി ഇതുപോലെ കിടക്കുന്നത് കാണാം. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി അല്ലെങ്കിൽ ബോർഡർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറുള്ള സ്ഥലത്ത് പൂർണ്ണമായിട്ടും ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒറ്റ വേലിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടല്ല ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇടയിലിട്ടിട്ടുണ്ട്. അതായത് ഒരിക്കലും തർക്കം വരാതിരിക്കാൻ വേണ്ടി ഇടയിൽ കുറച്ച് സ്പേസ് എന്ത് ചെയ്യുക, വെറുതെ ഇടുക. എന്നിട്ടാണ് രണ്ട് രാജ്യങ്ങളും വേറെ വേറെ വേലി കെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ രാജ്യത്തും എല്ലാ ദിക്കിലും ഒരുപോലെ അല്ല. സ്റ്റിൽ ഇവിടുത്തെ കോൺസെപ്റ്റിൽ നമുക്ക് നോക്കാനുള്ളത് സമുദ്രത്തിൽ, ഓഷ്യൻ കോൺസെപ്റ്റിൽ ഇത്തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരുപാട് സംഭവങ്ങൾ കടലിലുണ്ട്. നമ്മൾ ഇപ്പോഴും വളരെയധികം മിസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം നമ്മൾ ചേഞ്ച്, അല്ലെങ്കിൽ മനുഷ്യൻ പൊതുവെ യൂസ് ചെയ്യാത്തൊരു ഏരിയ ആണ് അണ്ടർ വാട്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ റിസർച്ച് വളരെ കുറവാണ്. നമ്മളിപ്പോഴും ഓഷ്യൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ വലിയ ഒരു റിസർച്ച് നടന്നിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനടിയിലുള്ള ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് സ്റ്റിൽ വി ആർ സെർച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ നോക്കാം. സോ അബൌട്ട് ഹൈ സീസ്
ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി പറയുന്നതാണ് ദ യുണൈറ്റഡ് നേഷൻസ് എഗ്രിമെന്റ് ഓൺ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഓർ BBNJ എഗ്രിമെന്റ്. അപ്പോൾ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രീറ്റി വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ റിഫർഡ് ടു ആസ് സം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആസ് ഹൈ സീസ് ട്രീറ്റി, ഗ്ലോബൽ ട്രീറ്റി, ലീഗലി. ഓക്കെ, അതതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദോസ് പീപ്പിൾ അല്ലെങ്കിൽ ദോസ് പാർട്ടിസിപ്പൻസ് ഹു ആർ ഹാവിങ് ദ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഏതൊക്കെ വിഭാഗങ്ങൾക്കാണോ അതിൽ താല്പര്യമുള്ള കക്ഷികൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് കേസിലാണ് കൂടുതൽ ഈ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള വാക്ക് കേൾക്കാം. അതായത് ഷെയർ ഹോൾഡർ, സ്റ്റേക്ക് ഹോൾഡർ, രണ്ട് വിഭാഗങ്ങളാണ്. ഇപ്പൊ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓണറാണ്, അവർക്ക് എന്തായാലും അതിൽ എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഓണേഴ്സ് ആവാം, ആ കമ്പനിയുടെ അതായത് ഷെയർ ഹോൾഡേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആവാം. അതായത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്പനിയുടെ വളർച്ചയിൽ താല്പര്യമുള്ള വിഭാഗങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഇവിടെ ഇതേപോലെ പറയുന്നതാണ് ഈ പറയുന്ന BBNJ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഓൾസോ റിഫേർഡ് ബൈ സം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആസ് ഹൈ സീസ് ട്രീറ്റി, അതിനങ്ങനെ വിളിക്കുന്നു. അപ്പൊ ഇവിടെ ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് അണ്ടർ ദ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ. ആ എഗ്രിമെന്റിനെ കുറിച്ച് നമുക്ക് പറയണം. അതായത് UNCLOS, UN ക്ലോസ്, അതായത് UN ക്ലോസ് എന്ന് വിളിക്കാം, CLOS വരെയുള്ളൂ. UN ക്ലോസ് എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിലെ എഗ്രിമെന്റുകൾ ഒരുപാടുണ്ട്. UN ക്ലോസിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുള്ളത്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ, കടലിലെ നിയമങ്ങളെ സംബന്ധിക്കുന്നതാണ്. ദ ടെക്സ്റ്റ് വാസ് ഫൈനലൈസ്ഡ് ഡ്യൂറിങ് ദ, ഓക്കെ, അതതിന്റെ ഡേറ്റും അതൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ അറിയേണ്ട പോയിന്റ് അതാണ്. ഒന്ന്, UN ക്ലോസ് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ട്രീറ്റിയെ സംബന്ധിക്കുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രൊട്ടക്ഷൻ ബിയോണ്ട്, ഇതിന്റെ ഹെഡിങ് മാത്രം നോക്കിയാൽ മനസ്സിലാവും, പ്രൊട്ടക്ഷൻ ബിയോണ്ട് ബോർഡേഴ്സ്. വേറൊന്ന് ക്ലീനർ ഓഷ്യൻ, സസ്റ്റൈനബിൾ മാനേജ്മെന്റ്, ലീഗൽ ഫ്രെയിംവർക്ക്, അഡ്രസ്സിംഗ് പ്ലാനറ്ററി ക്രൈസിസ്, ദ ട്രീറ്റി. ഓക്കെ, അത്രയാണ് അതിൽ പറയുന്ന പോയിന്റുകൾ. അതായത് നമുക്ക് സിമ്പിളായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. സമുദ്രങ്ങളെ സംബന്ധിച്ച് നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഈ പറയുന്ന ഓഷ്യൻസിൽ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂസ് എന്തൊക്കെയാ, ഓഷ്യൻ ഇഷ്യൂസ് എന്ന് പറയാവുന്ന എന്തൊക്കെയാണ്? എനിവൺ? ഓക്കെ, ഞാൻ ചോദിക്കണോ? ഓരോരുത്തരോടായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അനുഷ ഓഡിബിൾ അല്ലേ? അതെ. ഓക്കെ, യെസ്. ഓക്കെ, എന്തൊക്കെയാണ് ഓഷ്യൻ ഇഷ്യൂസ് എന്ന് പറയാവുന്നത്? അതായത് സമുദ്രങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ, നേരിടുന്ന പ്രശ്നങ്ങൾ? പ്ലാസ്റ്റിക്കിന്റെ പൊല്യൂഷൻ. യെസ്, പ്ലാസ്റ്റിക് പോലെയുള്ള പൊല്യൂഷൻ. യെസ്, പിന്നെ ഓവറായിട്ട് എന്താ മത്സ്യബന്ധനം, എക്സാക്ട്ലി, യെസ് യെസ്. അതൊരു വലിയ ഇഷ്യൂ ആണ്. ഓക്കെ, യെസ്. പിന്നെ അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഓക്കെ, ഇതിപ്പോ പറഞ്ഞ പോയിന്റുകൾ ഒരു ജനറലൈസ്ഡ് പോയിന്റ് ആണ്. ഓക്കെ, വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്കിപ്പോ പ്ലാസ്റ്റിക് പൊല്യൂഷൻ പറഞ്ഞു, ഇതുപോലെ പൊല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കുറെ പൊല്യൂഷൻ പറയാം. ഓക്കെ, വേറെയും പറയാൻ പറ്റും എങ്കിലും ഓക്കെ, ജനറലി കറക്റ്റ് ആണ്. വേറെ എന്തെങ്കിലും പോയിന്റുകൾ പറയാനുള്ളത്? നമ്മള് ഓയിൽസിൽ നിന്ന് യെസ് ഓയിൽ ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു ഇന്റർനാഷണലി നേരിടുന്ന വലിയൊരു ക്രൈസിസ് ആണ് ഓയിൽ, എന്താണ്, സ്പ്രെഡ് എന്ന് പറയുന്ന സംഭവമാണ്. ഓയിൽ സ്പ്രെഡ് ആവുക. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ആവുമോ എന്ന് ചോദിച്ചാൽ, ലീക്കേജ് ഓഫ് ഓയിൽ ഉണ്ട്. അതായത് പല കമ്പനികളുടെ പല ടാങ്കറുകൾ, ഇതൊക്കെ അറിയാലോ, ഇത് ഇന്റർനാഷണലി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓയിൽ. അങ്ങനെ വരാം. അല്ലാതെ ഇതിന്റെ കെമിക്കൽ, ഇപ്പൊ ഒരു കപ്പൽ പോകുമ്പോൾ അതിന്റെ യാത്രയിൽ തന്നെ എന്ത് വരാം, വേസ്റ്റേജ് ഓഫ് വാട്ടർ പോലെ വരും, അതിൽ കെമിക്കൽ കമ്പൗണ്ട് വരും, അങ്ങനെ ഓയിൽ സ്പ്ലിറ്റ് ആവുകയും ദെൻ അങ്ങനെ വരുന്ന ഇഷ്യൂസ് ഉണ്ട്. യെസ്, പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ഇതൊക്കെ പറഞ്ഞതൊക്കെ ഓക്കെ, പൊല്യൂഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ഓഷ്യന്റെ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ. അനദർ സൈഡ് ഓഫ് ഓഷ്യൻ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്? വേറെ എന്തെങ്കിലും പോയിന്റിൽ ഓർമ്മയിൽ വരുന്നത്? ഇപ്പൊ പറഞ്ഞതെല്ലാം ഓഷ്യന്റെ
വൺ സൈഡ് ഓഫ്, അതായത് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആംഗിളാണ് കൂടുതൽ ഇപ്പോൾ പറഞ്ഞതിന്റെ ഒരു ജനറൽ സെൻസിൽ പറഞ്ഞാൽ. ബട്ട് ഇതൊക്കെ വേറെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളുമാണ്. എന്നാൽ ഇതേപോലെ തന്നെ വേറെ സംഭവം എന്താണ്? വേറെ എന്തെങ്കിലും പോയിന്റുകൾ അറിയോ? ഓക്കെ, അനുപമ, എനി ഐഡിയ? ഓക്കെ, യെസ്, കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു മാത്രം. ഓക്കെ, സോ ഇതില് ഇപ്പൊ പറഞ്ഞതില് ഇപ്പോ മെക്സിക്കോ ഇപ്പൊ പറഞ്ഞ ഓയിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്, പിന്നെ പ്ലാസ്റ്റിക് വലിയൊരു ഇഷ്യൂ ആണ്, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. സുനാമി. സുനാമി. ഓക്കെ, സുനാമി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഓഷ്യനെ ബാധിക്കുന്നതല്ല. നമുക്കറിയാലോ, ഇത് മനുഷ്യനെ ബാധിക്കുന്നതാണ് ആക്ച്വലി സുനാമി. അതായത് ഓഷ്യൻ കൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സുനാമി. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യൻ അതല്ല ആക്ച്വലി. ഓഷ്യൻ എന്ന് പറയുന്ന ഒരു ഏരിയ, അതിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അതായത് ചലഞ്ചസ് ഓഫ് ഓഷ്യൻ എന്ന് പറയാം, അതാണ് ചോദ്യം. അപ്പോൾ അതിലേതൊക്കെയാ വേറെ? യെസ്. ഈ അന്റാർട്ടിക്കയിലൊക്കെ മഞ്ഞുരുകിയിട്ട് അങ്ങനെ വെള്ളം കൂടുതൽ വരുന്നത്. ഏതാണ്? അന്റാർട്ടിക്കയിലൊക്കെ ഐസൊക്കെ ഉരുകിയിട്ട്. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ, അതൊരു വലിയ ഇഷ്യൂ ആണ്. അത് വൺ തേർഡ് ഓഫ് ദ ഐസ് ബർഗ് വിൽ മെൽറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതൊരു ഇഷ്യൂ ആണ്, വലിയൊരു ഇഷ്യൂ ആണ് അത്, റൈസ് ഓഫ് വാട്ടർ. അപ്പോൾ അത് ഓഷ്യൻ്റെ വേറൊരു ചേഞ്ച് ആണ്, ക്ലൈമറ്റ് ചേഞ്ചും ആണത്. ഓക്കെ, സോ ആൻഡ് ഓഷ്യനിൽ ഓക്കെ വേറെ ചില പോയിന്റ് ഞാനിപ്പോൾ ഇവിടെ ഇത് ചോദിക്കാൻ കാരണം നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളിലെ ഓവറോൾ സ്ട്രക്ചറിനെ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ പൊല്യൂഷനുകളുണ്ട്. വേറൊന്ന് ഈ ഫ്ലോറ ആൻഡ് ഫോണ, അതാണ് നമ്മുടെ ഇവിടുത്തെ എഗ്രിമെന്റിന്റെ മെയിൻ ഇഷ്യൂ. അതായത് ഫ്ലോറാസ് ആൻഡ് ഫോണാസ് ഓഫ് ഓഷ്യൻ ഉണ്ട്, കടലിനടിയിലുള്ള ജീവജാലങ്ങൾ, അതിനെ ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ എൻവയോൺമെന്റൽ ഇഷ്യൂസിനും കാരണമായി വന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതില് നമ്മള് ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മള് സിനിമ ഉണ്ടല്ലോ, അതായത് അവതാർ സിനിമ ഡയറക്ട് ചെയ്ത ആരാ? അവതാർ സിനിമയുടെ ഡയറക്ടർ ആരായിരുന്നു? ജെയിംസ് കാമറൂൺ. ജെയിംസ് കാമറൂണിന്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ഏതാണ്? ജെയിംസ് കാമറൂൺ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ജെയിംസ് കാമറൂൺ ഇറക്കിയ പടം ഏതാ? ഓപ്പൺഹൈമർ ആണ്. അല്ല, ഓപ്പൺഹൈമർ അല്ല. സാർ ഓക്കെ, എത്ര കാലം മുമ്പാണ്? ഏതാണ്? അല്ല, എത്ര കാലം മുമ്പത്തേന്ന്? അല്ല, ഇപ്പോ ആള് ലാസ്റ്റ് ഇറക്കിയ സിനിമ തന്നെ, അതിന്റെ സിനിമയുടെ പേരാണ് ആക്ച്വലി നമ്മൾ പറഞ്ഞത്, എങ്കിൽ പോലും ഞാൻ വീണ്ടും ഒന്ന് ചോദ്യം പോലെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഏതാണ് സിനിമ? അവതാർ തന്നെ. ഓക്കെ, അത് അവതാർ ഫസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അവതാർ. അത് അവതാർ കഴിഞ്ഞിട്ട് ദ വേ ഓഫ് വാട്ടർ. എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ അതിന്റെ സെക്കൻഡ് വേർഷൻ അവതാർ ഫസ്റ്റ് ഉണ്ടായിരുന്നു, അവതാർ സെക്കൻഡ് വേർഷന്റെ തീം എന്തായിരുന്നു? ഇനി ആരൊക്കെയാണ് ആ മൂവി കണ്ടിട്ടുള്ളവര്? എല്ലാവരും കണ്ടിട്ടുണ്ടോ അവതാർ സെക്കൻഡ്? വാട്ടർ ബേസ്ഡ് തീം. വാട്ടർ ബേസ്ഡ് തീമാണ്. ഓക്കെ, അതൊരു വെറുമൊരു മൂവി ബേസിക് മാത്രമല്ല, അതിന്റെ പിന്നിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് വാട്ടർ ബേസ്ഡ് എടുക്കാനൊരു കാരണമുണ്ട്. ബിക്കോസ് ദ മെയിൻ ഇഷ്യൂ ആള് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഫ്ലോറാസ് ആൻഡ് ഫോണാസ് ഓഫ് ഓഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അതായത് ഓഷ്യനിൽ അതിൽ തന്നെ ആള് ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. ഏതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു? നമ്മൾ ഷാർക്ക്. ഓക്കെ, ഷാർക്കിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷാർക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പൊ അടുത്ത കാലത്ത് വേട്ടയാടപ്പെടുന്ന ഒന്നാണ് ഷാർക്ക്. ഇത് നമ്മൾ ഒന്ന് വെയിൽസും ഉണ്ട്, തിമിംഗലം വരുന്നുണ്ട്, വേറൊന്ന് നമ്മൾ എന്താണ്, സ്രാവ്. ഓക്കെ, ഇപ്പൊ അതാണ് രണ്ടും, ഷാർക്ക് ആൻഡ് വെയിൽസ്. സോ ഇതിനെ രണ്ടിനെ ഏറ്റവും അധികം ഹണ്ടിങ് നടക്കുന്നുണ്ട്. ഈ പല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ ഇഷ്യൂ ആണ്.
സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടിയാണ്, അതായത് ഇത് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇത് നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി ആ മൂവിയുടെ ഒരു തീം എന്ന് പറയാം, ഒരു സൈഡ് ലൈൻഡ് തീം. അപ്പോൾ സൈഡ് ലൈൻഡ് അല്ല ആക്ച്വലി സൈഡ് ലൈൻഡ് എന്ന് പറയാൻ പറ്റില്ല, സൈഡ്, വൺ ഓഫ് ദ സൈഡ്. സോ അത് കാരണം അതൊരു മെയിൻ ഇഷ്യൂ ആണ്, കൺസേൺ ആണ്. സോ ഇതും ഇതിൽ പറയുന്നുണ്ട്, അതായത് ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലീഗൽ ഫ്രെയിംവർക്കിന്റെ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓക്കെ, ഇവിടെ ഇടയിൽ ഇപ്പോൾ ഓപ്പൺ ഹെയ്മർ മൂവിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓപ്പൺ ഹെയ്മർ മൂവിയുടെ ഡയറക്ടർ ആരാ? അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഓസ്കാർ വിന്നിങ് മൂവിയാണല്ലോ. സോ ഓപ്പൺ ഹെയ്മർ മൂവി ഡയറക്ടർ ആരാ അപ്പോൾ? കേൾക്കുന്നില്ലേ? നോളന്റെ മൂവിയാണ്. ആ സാർ കേൾക്കാം. യെസ്, ക്രിസ്റ്റഫർ നോളൻ മൂവിയായിരുന്നു, ക്രിസ്റ്റഫർ നോളൻ. സോ ഓപ്പൺ ഹെയ്മർ. ഓക്കെ, അപ്പോൾ അതൊരു ഇന്റർനാഷണലി അല്ലെങ്കിൽ വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മൂവി തന്നെയാണ്. ഓക്കെ, സോ അത് നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ്. അപ്പോൾ അടുത്ത ഒരു തീമിലേക്ക് പോവാം, സ്റ്റിക്കി ഇൻഫ്ലേഷൻ. സോ ഇൻഫ്ലേഷൻ എന്നുള്ള ടേം കേട്ടാൽ അറിയാം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇക്കണോമിക്സ്. സോ നമ്മൾ സാമ്പത്തികമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണിത്. സ്റ്റിക്കി ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു ടേമാണിത് ഇവിടെ. സോ RBI in its recent monetary policy review decided to retain the repo rate for 8th time in a now due to concern of sticky inflation. അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്, റെപ്പോ റേറ്റ് ഈസ് സ്റ്റിക്കി ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് ഇൻഫ്ലേഷൻ തന്നെ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത പറയുന്നത്, the repo rate is the interest rate at which the RBI lend money to the commercial banks. When RBI wants to incentivize the economic activity in the broader economy, it reduces the repo rate, which make it cheaper for banks to. Okay, അത് പറയുന്നു, when it wants to incentivize the economic activity, it raises the repo rate. Okay, അപ്പോൾ അത് റെപ്പോ ഒരു സംഭവമാണ്. ഇവിടുത്തെ മെയിൻ കൺസേൺ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസിയിൽ കുറെ കാലങ്ങളായിട്ട് ഒരേ പോളിസി തന്നെ ഫോളോ ചെയ്യുകയാണ്. അതായത് എന്ത് ചെയ്തിട്ടില്ല, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റിൽ സെയിം, അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ മോണിറ്ററി പോളിസി നിങ്ങൾ ഓക്കെ കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ 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 ഇപ്പൊ ഓഡിബിൾ ആണോ നിങ്ങൾക്ക്? ആ സാർ കേൾക്കാം. ഓക്കെ ആണോ? ഓക്കെ, സോ ഓക്കെ, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് നോർമലി റിപ്പോ റേറ്റ് മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് ഒരു തവണ അത് മെൻഷൻ ചെയ്തിരുന്നു, CRR SLR പോളിസിയുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. അത് കാരണം ഈ റെപ്പോ റേറ്റ് എന്നായാലും CRR ആയാലും ഇതെല്ലാം തന്നെ ഓരോ ടൈപ്പ് ഓഫ് റേറ്റ്സ് ആണ്. ഇതിൽ റിസർവ് ബാങ്ക് ചെയ്യുന്നത് മോണിറ്ററി പോളിസി ഇൻ എവരി മന്ത്, എല്ലാ മാസത്തിലും അത് ചെയ്യാറുണ്ട്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ പ്രത്യേകത നമുക്ക് അറിയുന്നതാണ്, ഇൻഫ്ലേഷൻ. സോ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് ജനങ്ങളെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ. ബിക്കോസ് നമ്മൾ പ്രൈസ് റൈസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിന് പുറമെയാണ് ഗവൺമെന്റിന്റെ എന്താണ് പോളിസി മേക്കിങ്ങിലൂടെ വരുന്ന ചെലവുകൾ. ഇപ്പൊ നമ്മളൊരു സാധനത്തിന് വില കൂട്ടാൻ പല കാരണങ്ങളുണ്ട്. ടാക്സ് റേറ്റ് വന്നാൽ വില കൂടാം. ക്രിയേറ്റഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നുണ്ട്, അതായത് ഒരു തരത്തിൽ വില വർധനവില്ലെങ്കിലും ചില സമയത്ത് വില കൂടുക. അപ്പോൾ അതിന് ഉദാഹരണം നമ്മൾ സീസണൽ ആയിട്ടുള്ള വില വർധനവുണ്ട്. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ, ഇപ്പോൾ ചില ഫെസ്റ്റിവൽ സീസണുകളിൽ ചില സാധനങ്ങൾക്ക് വില കൂടുക. അപ്പോൾ അതിന് കാരണം ഡിമാൻഡ് കൂടുന്നു. സോ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ മാർക്കറ്റിലുള്ള കുറെ വിഭാഗങ്ങൾ അല്ലെങ്കിൽ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, ഇത് എന്താണ് പൂഴ്ത്തി വെക്കുക എന്ന് പറയുന്നതാണ് ഹോർഡിങ്. അപ്പോൾ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് വില കൂട്ടുന്ന രീതികൾ. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ റിസ്കി ഫാക്ടറാണത്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് മണി സപ്ലൈയിലൂടെയാണ്. അപ്പോൾ പണം മാർക്കറ്റിലേക്ക് ഇറക്കുകയും പണം മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വില വർധനവിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് റിസർവ് ബാങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് മോണിറ്ററി പോളിസി. അതിൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കുറെ റേറ്റുകൾ ഉണ്ട്, CRR SLR എന്ന് പറഞ്ഞ കുറെ റേറ്റുകൾ. ഇത് എന്ത് ചെയ്യുന്നു, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അപ്പൊ ഇതിൽ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നതാണ്, ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെൻഡ്സ് മണി ടു ദ കമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് നമ്മൾ സാധാരണ കടം കൊടുക്കുക, റിസർവ് ബാങ്ക് സാധാരണ ബാങ്കുകൾക്ക് എന്ത് കൊടുക്കുന്നു, ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതല്ല ആക്ച്വലി, എന്നാലും നമുക്ക് അങ്ങനെ പറയാം.
മണി സപ്ലൈ തന്നെയാണ്. അപ്പോൾ കാരണം ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ HDFC ബാങ്ക് അല്ലെങ്കിൽ എന്താണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, കനറ ബാങ്ക്, ഇങ്ങനെ കുറേ ബാങ്കുകളുണ്ട്. യൂക്കോ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇങ്ങനെ ഈ ബാങ്കുകളെല്ലാം തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. HDFC പറ്റില്ല, ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ പബ്ലിക് സെക്ടർ ഗവൺമെന്റ് ബാങ്കുകളാണ്. അപ്പോൾ ഈ ബാങ്കുകളൊക്കെ സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പണം ഉണ്ട്. ആ റേറ്റുകളാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റീപർച്ചേസിങ് ഓപ്ഷൻ അല്ലെങ്കിൽ റീപർച്ചേസിങ് ഓഫർ എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ഇതിലൂടെ ചെയ്യുന്നത് ബാങ്കുകൾക്ക് പണം കയ്യിലില്ല. കാരണം ബാങ്കുകളുടെ മെയിൻ ബിസിനസ് എന്താണ്? ഒരു ബാങ്കിന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറയുന്നത്. ഓക്കെ, പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും, ഐ തിങ്ക് പലരും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പൊ അതിൽ പറയുന്നതാണ് എന്താണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി, പണം ആക്സെപ്റ്റ് ചെയ്യുകയും എന്നിട്ട് കടം കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബാങ്കിന്റെ ജോലി. ഇപ്പോൾ അതല്ലാത്ത ജോലികളും ബാങ്ക് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ്, പിന്നെ സ്റ്റോക്കിംഗ്, അങ്ങനെ പല സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. സോ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ എന്ത് ചെയ്യുന്നു? ബാങ്കിന്റെ കയ്യിൽ, ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ബാങ്കാണ്. അവരുടെ കയ്യിൽ പണം വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അതായത് കടം കൊടുക്കാൻ എന്ത് വേണം? പണം വേണം. അപ്പോൾ അതിന് എവിടെ നിന്നാണ് കാശ് കിട്ടുക? സാധാരണ കിട്ടുക ഡെപ്പോസിറ്റ് ആണ്. ആൾക്കാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SB അക്കൗണ്ട് തുടങ്ങുകയും അതിൽ കുറെ പണം ഇടുകയും ചെയ്യും. കുറെ പണം എന്ത് ചെയ്യുന്നു? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ ഇടും. അപ്പൊ ഇങ്ങനെ ഇട്ടിരിക്കുന്ന പണത്തിനെ ഇവരെന്ത് ചെയ്യുന്നു? അവിടെ തന്നെ പണം ഇങ്ങനെ കിടക്കില്ല, അതിനെടുത്ത് വേറൊരു സൈഡിൽ ലോൺ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ ലോൺ കൊടുക്കുമ്പോൾ പണത്തിന്റെ സപ്ലൈ കുറഞ്ഞാൽ, ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എണ്ണം കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തും കുറയും, ലോൺ കൊടുക്കാനും സാധ്യതയില്ല. അപ്പൊ ഇത് ചാനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? കുറച്ച് കാശ് ബാങ്കുകൾക്ക് കൊടുക്കും. അപ്പോൾ വെറുതെ കൊടുക്കുന്നതല്ല, ലോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ് കൊടുക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് അതിന്. അപ്പൊ ആ റേറ്റ്, അങ്ങനെ കൊടുക്കുന്ന പണത്തിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്? ഈ റെപ്പോ റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടത്, അതായത് റിസർവ് ബാങ്ക് ലെൻഡ്സ് മണി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ്. ആ റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്ന റേറ്റ് ഉണ്ട്. റിവേഴ്സ് റിപ്പോ റേറ്റിൽ നേരെ തിരിച്ചാണ് വരിക. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കയ്യിലുള്ള പണം, അതായത് കുറെ കൂടുതലുള്ള പണം ഉണ്ടാവും. അപ്പോൾ അവർ ആ എക്സസ് മണി എന്ത് ചെയ്യാണ്? പാർക്കിംഗ് ഇൻ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയാം. പാർക്കിംഗ് എന്നോ അല്ലെങ്കിൽ പാർക്ക് ചെയ്യാന്നല്ല, ഒരു കടം കൊടുക്കുന്ന പോലെ തന്നെ എന്നും പറയാം. അതിനും ഇതുപോലെ തിരിച്ച് അങ്ങോട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. സോ ഇത് രണ്ടും നടക്കും. അപ്പൊ ഇതിൽ റെപ്പോ റേറ്റ് കുറച്ചെപ്പോഴും കൂടുതലായിരിക്കും. കാരണം അതിന് കാശ് കിട്ടുന്ന ആളാരാ? റിസർവ് ബാങ്ക് ആണ്. ഓക്കെ, അതായത് പണം കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടം കൊടുത്താൽ ഇൻട്രസ്റ്റ് റേറ്റ് തിരിച്ചടയ്ക്കണം. ആര്? ബാങ്കുകൾ തിരിച്ചടച്ചിരിക്കണം. നിർബന്ധമാണത്. ഇത് നിർബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്യുന്ന ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, റെപ്പോ റേറ്റ് അപ്പോൾ ചിന്തിച്ചാൽ അറിയാം. ഇപ്പോൾ ബാങ്കുകൾ കടം കൊടുക്കുന്നു, റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നു. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുകയാണ്. റെപ്പോ റേറ്റ് കൂട്ടി. ഓക്കെ, റെപ്പോ റേറ്റ് കൂടുതലാണ്. എന്താണ് സംഭവിക്കുക? റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ സംഭവിക്കുന്ന മെക്കാനിസം എന്താണ്? ഇതിൽ ആ മെക്കാനിസം ആണ് നമുക്ക് എക്കണോമിക്സിന്റെ ആംഗിളിൽ എപ്പോഴും പഠിക്കാനുള്ളത്. വേറെ ഒന്നും പഠിക്കാനില്ല. എക്കണോമിക്സിന്റെ ആംഗിൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഇത് ചാനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ ചെയിൻ ആണ്, ചെയിൻ പ്രോസസ് ആണത്. അപ്പോൾ റിപ്പോ റേറ്റ് കൂട്ടിയാൽ എന്താണ് സംഭവിക്കുക? എന്തൊക്കെ സംഭവിക്കാം? എനി ഐഡിയ? എനിവൺ? ഓക്കെ, ഗ്രിഗറി ഓഡിബിൾ അല്ലേ? എക്കണോമിക്സ് പഠിച്ചവർ ആരൊക്കെയുണ്ട്? എക്കണോമിക്സ് പഠിച്ചവര്? ഓഡിബിൾ അല്ലോ? ഓഡിബിൾ അല്ലേ? ഹലോ? യെസ് സർ, കേൾക്കാം. ഹലോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ എക്കണോമിക്സ്, ഓക്കെ, എക്കണോമിക്സ് പഠിച്ച ആരൊക്കെയുള്ളത്? എക്കണോമിക്സ് പഠിച്ചവർ ആരും? എക്കണോമിക്സ് പഠിച്ചവരില്ല? ഓക്കെ.
ഓക്കെ, ഗ്രിഗറി കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? സാർ ഓഡിബിൾ ആണ് സാർ. കോൾഡ് ഉണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ ആണോ? ഓക്കെ, ഹലോ. ആൻഡ് ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? ആരെങ്കിലും? റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, അല്ലെങ്കിൽ റിപ്പോ റേറ്റ് കൂടിയാൽ എന്താണ് സംഭവിക്കുക? എനി ഐഡിയ? ഓക്കെ, ഈ റേറ്റുകൾ കേട്ടിട്ടുണ്ടല്ലോ. റേറ്റുകൾ ഇത് കേൾക്കാത്തവരുണ്ടോ ആരെങ്കിലും? അനുപമ, അനുഷ, പർണ, ദേവിക. ഓക്കെ, കൃഷ്ണപ്രിയ. സർ ഓക്കെ, സൽമ, സൂരജ്, സൗമ്യ, ബിന്ദുജ. ഓക്കെ, ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് യെസ് യെസ്. സർ അപ്പം നമ്മുടെ എല്ലാവർക്കും ഫിക്സഡ് ഓഡിബിൾ അല്ലെന്ന് തോന്നുന്നു. ആ യെസ് യെസ്, എന്തായിരുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നല്ലേ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടില്? ഏത് സിറ്റുവേഷനിലാണത്? റിപ്പോ Repo റേറ്റ് rate. കൂടിയാലുള്ള ഇതല്ലേ ചോദിച്ചു സാറ്? അതെ അതെ, റിപ്പോ റേറ്റ് കൂടിയാൽ എന്താണ് സംഭവിക്കുക? യെസ്. റിപ്പോ റേറ്റ് എന്താണെന്ന് ഓക്കെ അറിയാലോ. റിപ്പോ റിപ്പോ ലോൺ കൊടുക്കുമ്പോൾ അതെ അതെ, ഇത് ലോൺ റിലേറ്റഡ് ആണ്, കുറച്ചുകൂടി വരിക ലോൺ റിലേറ്റഡ് ആണ്. അപ്പൊ ഓക്കെ, പിന്നെ യെസ്, കുഴപ്പമില്ല. ഇൻട്രസ്റ്റ് കൂടുമ്പോ ഇൻട്രസ്റ്റ് കൂടുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റിനൊക്കെ ബാധിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ലോണിന്റെ ഇൻട്രസ്റ്റ് ബാധിക്കും. കൂടുമ്പോ ഓക്കെ. ഫിക്സഡ് ഡിപ്പോസിറ്റിനൊക്കെ ഓക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കേസും അതിൽ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഡയറക്ട്ലി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് ഓക്കെ, ഇതിൽ കുറെ ആംഗിളുകൾ ഇതിൽ വരും. ഇപ്പൊ റെപ്പോ റേറ്റ് കൂടുമ്പോൾ ഉള്ള പ്രത്യേകത സപ്ലൈ ഓഫ് മണിയുടെ കേസിലാണ് ചോദ്യം. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടം കൊടുക്കുന്നു ആർക്ക്? ബാങ്കുകൾക്ക്. ഓക്കെ, ഇത് നമ്മൾ ചിന്തിക്കുന്ന ചെറിയ തുകയല്ല. എന്താണ് 10,000 crore ഒക്കെയാണ് കൊടുക്കുക. അപ്പോൾ ഈ 10,000 crore ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിന് കൊടുത്തു 10,000 കോടി രൂപ. ഇതിന്റെ മുകളിലാണ് എന്ത് കൊടുക്കേണ്ടത്? ഈ പറഞ്ഞ റെപ്പോ റേറ്റ് കൊടുക്കുക. റെപ്പോ റേറ്റ് ഈ 10,000 കോടിയുടെ മുകളിൽ എത്ര ശതമാനമാണ് റെപ്പോ റേറ്റ്? ആ റെപ്പോ റേറ്റ് ആര് അടയ്ക്കണം? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് പോലെ, അതായത് ലോൺ എടുത്ത പോലെയാണത്. അപ്പോൾ ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം, ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കും വേണം. ഓക്കെ, അത് വിത്തിൻ എ ടൈം പീരീഡ് ഉണ്ട്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്പാൻ ഓഫ് ടൈം പറയും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ പണം കിട്ടുന്നത് റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ഈ പണം എടുത്തിട്ട് കടം കൊടുക്കും. അപ്പോൾ ഇപ്പോൾ 4% റെപ്പോ, 4% അല്ല, ഓക്കെ, എങ്കിലും ഒരു 4-5%, ഒരു 10% റെപ്പോ റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ 10% റെപ്പോ റേറ്റിൽ കിട്ടുന്ന പണം ഈ ബാങ്കുകൾക്ക് എന്ത് വേണം? കൂടുതൽ തുകയ്ക്ക് ലോൺ കൊടുക്കേണ്ടി വരും. ഇപ്പൊ റെപ്പോ റേറ്റ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയും ബാധ്യതയും കൂടുകയാണ്? ബാങ്കുകളുടെ ബാധ്യത കൂടുകയാണ്. കാരണം ബാങ്കുകൾക്ക് എന്ത് ചെയ്തേ പറ്റൂ? അതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇത് തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. കാരണം കയ്യിൽ കിട്ടിയ പണം ഓക്കെ, ഒരു 7,000 കോടി രൂപയാണ്. ഇതിന്റെ മുകളിൽ 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യണം? ബാങ്കുകൾ റിസർവ് ബാങ്കിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 10% തന്നെ ഇവര് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ലോണിലും 10% ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവില്ല? ഇവർക്ക് ലാഭം ഉണ്ടാവില്ല. അപ്പൊ ഇവര് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ 10% ആണ് റെപ്പോ റേറ്റ് എങ്കിൽ അതിന് മുകളിലായിരിക്കും മിക്കവാറും ചിലപ്പോൾ എന്ത് ലോൺ റേറ്റ് തന്നെ വരിക. അപ്പോൾ ഇത് CRR, ഇത് റെപ്പോ റേറ്റിന്റെ കേസിലാണ് ഇപ്പോൾ പറഞ്ഞത് മാത്രം. റെപ്പോ മാത്രമല്ല, ഇങ്ങനെ റിവേഴ്സ് റെപ്പോ റേറ്റ്, CRR ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് ഇത് ഞാനൊരു സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു മാത്രം. അപ്പോൾ ഇപ്പോൾ ലോൺ റേറ്റ് കൂടാൻ കാരണം അതാണ്. ലോൺ റേറ്റ് കൂടാൻ കാരണം സപ്ലൈ ഓഫ് മണി കുറയുകയാണ്. അതായത് ബാങ്കിന്റെ കയ്യിൽ അധികം കാശില്ലാത്ത അവസ്ഥ വന്നാൽ ലോൺ കൊടുക്കുന്നത് കുറയും.
ലോൺ കൊടുക്കുന്നത് കുറയുമ്പോൾ എന്ത് വേണം? വരുമാനം എന്നാൽ വേണം. ബാങ്കുകൾക്ക് നിലനിൽക്കണമെങ്കിൽ വരുമാനം വേണം. ഈ വരുമാനത്തിന് എന്തേ ഉള്ളൂ? ലോൺ റേറ്റ് കൂട്ടിയേ പറ്റൂ. അപ്പോൾ ലോണിന്റെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ ആൾക്കാർ വാങ്ങാൻ കുറയും. ഓക്കെ, ആൾക്കാർ ലോൺ വാങ്ങുന്നതും കുറയും ചെയ്യും. മാത്രമല്ല, അതേ സമയത്ത് ഇപ്പൊ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒപ്പം തന്നെ ഒരു കൂട്ടും. അപ്പൊ അതെന്തിനാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ കാര്യമാണ്. ഇപ്പോ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വന്നുകൊണ്ടേ ഇരുന്നാലേ ബാങ്കിന്റെ കയ്യിൽ എന്തുണ്ടാവുള്ളൂ? പണം ഉണ്ടാവുള്ളൂ. അങ്ങനെ പണം വന്നാലേ ആ പണം എടുത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കടം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ബാങ്കിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് എന്ത് കൊടുക്കേണ്ടി വരുന്നത്? റേറ്റ് കൂട്ടി കൊടുക്കേണ്ടി വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റേറ്റും കുറച്ച് ഉയർത്തും. അപ്പോൾ ആൾക്കാരെ ആകർഷിക്കാനാണത്. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ആകർഷിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്താണ്, ഇപ്പോൾ 7% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 8% ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാ ബാങ്കുകളും ഏകദേശം ഒരേപോലെയാണ് റേറ്റ് ഫിക്സ് ചെയ്യുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് അവർക്ക് വേണമെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അതായത് FD കേസിലൊക്കെ ബാങ്കുകൾക്ക് ഫിക്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ SB റേറ്റ് ഇപ്പോൾ 2.3 ഒക്കെയാണ്. 2.3 അല്ലെങ്കിൽ 3% താഴെയാണ് SB അക്കൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. അത് വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, നോർമലി അത് ആ ലെവലിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അത് കൂട്ടിക്കൊടുക്കുന്ന ബാങ്കുകളും ഉണ്ട്. പ്രൈവറ്റ് ബാങ്കുകളൊക്കെ 7% കൊടുക്കുന്ന ചില ബാങ്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്താൽ അവർക്ക് എന്താണ്, ആൾക്കാരെ ആകർഷിക്കുകയാണ്. കൂടുതൽ SB അക്കൗണ്ട് തുടങ്ങാനും അതുപോലെ FD തുടങ്ങാനും ഒക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊടുത്ത് ആൾക്കാരെ ആകർഷിക്കുന്നു. പക്ഷെ ഇപ്പോ ഇതൊക്കെ കൺവെൻഷനലാണ്. ഇപ്പോ ഈ FD ഇടുന്ന രീതി എല്ലാതാണോ ചോദിച്ചാൽ, FD എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അറിയാലോ. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത സെക്യൂരിറ്റി ആണ്. ലോങ് ടേമിലേക്കാണ് ആൾക്കാർ ഇടുക. അപ്പോൾ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല FD കൊണ്ടുവിടുന്നത്. നോർമലി അത് നമുക്ക് 5 കൊല്ലമോ അല്ലെങ്കിൽ മുമ്പൊക്കെ 5 കൊല്ലം 10 കൊല്ലം ഒക്കെ ഇട്ടിരുന്ന കേസുകളുണ്ട്. പക്ഷെ ഇപ്പോൾ ആൾക്കാർ ഒരിക്കലും ഒരു 2-3 വർഷത്തിൽ കൂടുതലൊന്നും ആരും ഇടുന്നില്ല. ഓക്കെ, അത്ര ലോങ് ടൈമിലൊക്കെ ഫിക്സഡ് ഇടുന്നവർ കുറവാണ്. സോ നോക്കിയാൽ കാണാം ബാങ്കുകളുടെ പോളിസികളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ചില സ്പെഷ്യൽ പോളിസി, ചില സ്പെഷ്യൽ FDകൾ ഉണ്ടാവും. 333 ദിവസത്തെ അല്ലെങ്കിൽ 444 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോളിസികളാണ്. അപ്പൊ അതിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് FD കേസിൽ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ കാരണം ഇൻഫ്ലേഷൻ ആണ്. സോ ഈ ഇൻഫ്ലേഷനെ ഇപ്പോൾ ടാക്കിൾ ചെയ്യാൻ, ഇൻഫ്ലേഷനെ ഇല്ലാതാക്കാൻ ഉള്ള ബെസ്റ്റ് മെക്കാനിസങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന FD റേറ്റുകളൊക്കെ. നമ്മൾ FD റേറ്റ് കൂട്ടിക്കൊടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ FDയേക്കാൾ കൂടുതൽ ആൾക്കാർ എന്താണ് ഇൻട്രസ്റ്റ് മേഖല എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ബിക്കോസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് ചെയ്യാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒറ്റത്തവണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ട്, അല്ലെങ്കിൽ അത്ര ഉണ്ടാവണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപയുണ്ട്. ഇത് എന്ത് ചെയ്യാം? ആ തുക നമുക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഒറ്റത്തവണയായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇടുക. അത് ഗ്രോത്ത് പ്ലാൻ എന്നൊക്കെ പറയുന്ന കുറെ പ്ലാനുകളുണ്ട്. അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? ആ 10,000 അവിടെ കിടന്ന് അതിങ്ങനെ പതുക്കെ പതുക്കെ അത് സ്റ്റോക്കിൽ ഇടുമ്പോൾ അതിനനുസരിച്ച് വളർച്ച വന്ന് 2-3 വർഷം കൊണ്ടൊക്കെ അതെന്താവും? 10,000 എന്നുള്ളത് ഒരു 15,000 ആവും, പിന്നെ അതൊരു 20,000 ആവും. അങ്ങനെ 20,000 പെട്ടെന്നൊന്നും ആവില്ല, അങ്ങനെ പതുക്കെ ഗ്രോത്ത് ഉണ്ടാവും. എന്നാലും ഒരു 10 മുതൽ 12% വരെ ഗ്രോത്ത് മിക്കവാറും മ്യൂച്വൽ ഫണ്ടുകൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഒരു സാധാരണ FDയിൽ ഇടുന്നതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ അതിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് റിസ്കി എലമെന്റ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കണക്ട് ആകുമ്പോൾ റിസ്കി എലമെന്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ആൾക്കാർ അതിനെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു ഓപ്ഷനായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, ഇതുപോലെ വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അടയ്ക്കാം. നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ടൊരു തുക അടയ്ക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. 500 രൂപ വീതം മാസം അടയ്ക്കുക, അല്ലെങ്കിൽ മാസം 5,000 രൂപ അങ്ങനെ അടയ്ക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ SIP എന്ന് വിളിക്കുക, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സോ കൃത്യമായിട്ട് ഒരു മാസത്തിൽ 500 രൂപ വെച്ച് അടച്ചു പോകുന്ന രീതി, അതും നല്ലൊരു രീതിയാണ്. ബട്ട് ഇതൊക്കെ പ്രത്യേകത അതാണ്, നമ്മൾ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ പറയാ ആസ് ഫാർ ആസ് പോസിബിൾ, ഏർലി ആസ് പോസിബിൾ എന്നാണ്. അപ്പൊ നിങ്ങൾ അഥവാ എന്താണ് മ്യൂച്വൽ ഫണ്ട് ഒന്നും ചേർന്നിട്ടില്ലാത്തവരാണെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ്. ഓക്കെ, അത് ചെയ്യുന്നത് നല്ലതാണ്. അതിനു വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്കൊരു ബെസ്റ്റ് ജോബ് കിട്ടിയിട്ട് തുടങ്ങാം അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നീട് തുടങ്ങാം. പക്ഷെ
ഇപ്പൊ കയ്യിലൊരു ചെറിയ തുകയുണ്ടെങ്കിൽ തന്നെ അത് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നത് അത്രയും നല്ലതാണെന്നുള്ളതാണ്. ബിക്കോസ് പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളുടെ കേസിൽ, ബിക്കോസ് അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിലുകളിലേക്ക് നമുക്ക് കിടക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. എങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇസ് ആൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ അത് FD പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ നല്ലൊരു ഓപ്ഷനായിട്ട് നിലനിൽക്കുന്നതാണ്. ബട്ട് ദർ ഇസ് റിസ്ക് എലമെന്റ് ഉണ്ട്. പക്ഷെ അത് റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഏതിനുള്ള റിസ്ക് തന്നെ അതിനുള്ളൂ. SIP ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അടച്ചു പോകുന്ന രീതി, അല്ലെങ്കിൽ നോർമലി നമ്മുടെ കയ്യിലുള്ള തുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരുമിച്ച് ഇടുന്ന രീതിയുണ്ട്. അതും ചെയ്യാം. അതിൽ 1000 അല്ലെങ്കിൽ 10,000 ഇടുമ്പോൾ നമ്മളൊരു 10,000 എങ്കിലൊക്കെ ഇട്ടാലേ മിനിമം ഒരു ഗ്രോത്ത് ഒക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഒരുമിച്ചിടുമ്പോൾ SIP-യുടെ പ്രത്യേകത നമുക്ക് റിസ്ക് എലമെന്റ് കുറവാണ്. കാരണം നമ്മൾ അറിയുന്നില്ല. ഈ 500 രൂപ ഒരു മാസം എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, അതൊരു വലിയ തുകയല്ല. കാരണം നമ്മളല്ലാതെ തന്നെ ഒരുപാട് ചിലവുകളിലേക്ക് പോകുന്നത് ഇത് അക്കൗണ്ടിൽ നിന്ന് 500 രൂപ പോകുന്ന രീതി. പക്ഷെ അത് ഇറ്റ്സ് വെരി ജെനുവിൻ ആണ്. അത് നോർമലി ലോങ് ടേമിൽ അതിന് ഗ്രോത്ത് ഉണ്ടാവും. ഷോർട്ട് ടേമിൽ അതിന് പെട്ടെന്ന് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയില്ല. ബട്ട് അത് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയാം, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായി പറഞ്ഞു എന്ന് മാത്രം. ദെൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന്, ഈ ടേമിൽ നിന്ന് തന്നെ അറിയാം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത്, ഇവിടെ എഴുതിയിട്ടുള്ളതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ടിൽ അറ്റ്ലീസ്റ്റ് 49 migrants died and 140 others were missing after their boat capsized off the coast of Yemen. അപ്പോൾ ഈ ഇന്റർനാഷണൽ മൈഗ്രേഷൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യ പ്രത്യേകിച്ച് അറിയേണ്ടതാണ്. കാരണം മൈഗ്രൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ മൈഗ്രേഷൻ നടക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് ഇപ്പോൾ ലോകത്തിൽ മൈഗ്രൻസ് എന്താണ് മണി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന് പറയാം. അത്രയധികം തുക ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ നോൺ റെസിഡൻസ് ഓഫ് ഇന്ത്യൻ എന്ന് പറയുന്ന വിഭാഗം ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു തുകയാണ്. അപ്പോൾ ഇവിടെ യമനിൽ നടന്ന സംഭവമാണിത്. അപ്പോൾ യമനിൽ നടന്ന ഒരു ബോട്ട് ഇഷ്യൂ, അത് റിലേറ്റഡ് വിത്ത് ദ മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ ശ്രമിച്ചവര് മരിച്ചതാണ് കഥ. അപ്പോൾ ഇവിടെ നമ്മളുടെ കോൺസെപ്റ്റിൽ ഇത് ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ. സോ യുണൈറ്റഡ് നേഷൻസ് റിലേറ്റഡ് ഓർഗനൈസേഷൻ ആണത്. ദാറ്റ് വർക്ക്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മൈഗ്രേഷൻ, എസ്റ്റാബ്ലിഷ് ഇൻ 1951. ലീഡിംഗ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഇൻ ദ ഫീൽഡ് ഓഫ് മൈഗ്രേഷൻ, ഡെഡിക്കേറ്റഡ് ടു പ്രൊമോട്ടിംഗ് ഹ്യൂമെയിൻ ആൻഡ് ഓൺലി മൈഗ്രേഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ. ഇൻ 171 കൺട്രീസിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് 175 മെമ്പർ സ്റ്റാറ്റസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. മൈഗ്രേഷൻ എന്താണെന്നും മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ടാക്കിൾ ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ മൈഗ്രേഷൻ ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അത് പല രീതിയിലുണ്ട്. നമ്മൾ വളണ്ടറി മൈഗ്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻവളണ്ടറി എന്നും പറയാം. അതായത് നമുക്ക് വേണ്ടി നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് പോവുക, അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് ഇഷ്യൂസ് ജോലി സംബന്ധമായിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ മൈഗ്രേഷൻ ആയിട്ട് നമ്മൾ കാണുന്ന സംഭവം. പക്ഷേ ലോകത്തിലെ എല്ലായിടത്തും അങ്ങനെയല്ല. ജോലി വരുന്നത് സെക്കൻഡാണ്. ഇപ്പോൾ പല രാജ്യങ്ങളിലും ആ രാജ്യങ്ങളിലെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം ആൾക്കാർ നാട് വിട്ടു പോകേണ്ടി വരികയും അങ്ങനെ വേറെ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട അവസ്ഥ, അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരിടുന്ന ഇഷ്യൂ. സോ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇവിടെ യമനിൽ ഇഷ്യൂ ആണ്. യമൻ പറയുമ്പോൾ യമനിൽ നിന്ന് വന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. ഏതാണ്? one Yemenis food which is popular in recent days. യമനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള യമനീസ് ഫുഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അതിന്റെ പേരെന്താ? എനിവൺ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം സർ. യെസ്. സോ അപ്പോൾ ഏതാണ്? സൗമ്യ
ഏതാണ്? എനി ഐഡിയ? ഓക്കെ, എനിവൺ ക്യാൻ ആൻസർ. എല്ലാവരുടെയും പക്ഷേ ശബ്ദം കേൾക്കുന്നില്ല. ഓക്കെ, കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, ഏതായിരുന്നു? അല്ല സാറേ, എനിക്ക് അറിയില്ല. ഓക്കെ, യെസ്, ഫൈൻ. ആൻഡ് ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? സൂരജ്, ഓക്കെ, അനുപമ, എനിവൺ? ഏതായിരുന്നു? ശരിക്കും കേട്ടില്ല. എന്താ ഓക്കെ, യെസ്. ഇല്ല, ഞാൻ ജസ്റ്റ് അതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലുമായിട്ട് റിലേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ യമൻ എന്നുള്ള ടേം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യമനിലെ യമനീസ് ഫുഡ് വിച്ച് ഈസ് പോപ്പുലർ ഇൻ റീസെന്റ്ലി എന്ന് പറയാം. കുറച്ചു കാലങ്ങളായിട്ട്. ഏതാണ്? ഷക്ഷൗക്ക. ഓക്കെ, അത് യെസ്, ഇറ്റ്സ് പോപ്പുലർ. പക്ഷെ അത് നമ്മളിപ്പോ ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ കോമൺലി ഇപ്പൊ കേരളത്തിലൊക്കെ പോപ്പുലർ ആയിട്ട് അങ്ങനെ അധികം എന്താണ് റീസെന്റ് റീൽസിലൊക്കെ കൂടുതൽ കാണാറുണ്ട്. എഗ് യെസ് റീസെന്റ്ലി യെസ്, അത് ഉണ്ട്. അത് പോപ്പുലർ ആണ് ആക്ച്വലി. ബട്ട് അത് പൊതുവെ ഇപ്പൊ എല്ലാവർക്കും അറിയണമെന്നില്ല. ഓക്കെ, ഇപ്പൊ കോമൺലി ഇപ്പൊ റീൽസിലൊക്കെ കാണുന്നുണ്ട്. ബട്ട് നോർമലി ഇപ്പൊ ഇവിടെ ചോദിച്ച ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അത് കുഴിമന്തി. ഓക്കെ, അൽഫാം അതുപോലെ കുഴിമന്തി എന്ന് പറയുന്ന ഫുഡാണ് ആക്ച്വലി. അത് ഇറ്റ്സ് എ യമനീസ് ഫുഡ്. ഓക്കെ, യമനീസ് ഫുഡാണത്. നമ്മൾ അറേബ്യൻ ഫുഡ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്, പക്ഷെ യമനീസ് ഫുഡാണത്. അപ്പോൾ അതാണ് ആക്ച്വലി ചോദിച്ചത് മാത്രം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ നെക്സ്റ്റ്, അറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണലി ഇറ്റ്സ് എ ടൈം ഓഫ് പോർട്ടബിൾ ആറ്റോമിക് ക്ലോക്ക് വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഓഫേഴ്സ് വെരി ആക്യുറേറ്റ് ടൈം കീപ്പിംഗ് അറ്റ് ദ സീ. സോ സമുദ്രങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇത് ഇപ്പോ യാത്ര ചെയ്യുന്ന സമയത്ത് കടലൊക്കെ എന്തുപയോഗിക്കുന്നില്ല, അവർക്ക് നോർമൽ ടൈം കീപ്പ് ചെയ്യാൻ എളുപ്പമല്ല. ബിക്കോസ് ആക്യുറേറ്റ് ആയിരിക്കില്ല. അതാണ് അവർക്ക് ഇഷ്യൂ. ടൈം സോണുകൾ മാറിക്കൊണ്ടിരിക്കും. സോ ദേ കനോട്ട് കീപ് ദ ടൈം സോൺ. എങ്ങനെ വെക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് നമുക്ക് മാൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ they can use a type of clock which is known as atomic clock എന്ന് വിളിക്കുന്നതാണ്. അതിന്റെ പ്രത്യേകത ഇവിടെ എഴുതിയിട്ടുണ്ട്. The introduction of a new type of portable atomic clock may be significant advancement in maritime timekeeping. The iodine have optimal atomic clock is designed to be robust and mobile. അതിന്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. അറ്റോമിക് clock measures time based on frequency of atoms, typically cesium-133 or rubidium-87. അപ്പോൾ അതിന്റെ ഒരു കോൺസെപ്റ്റിലാണ് ഇതിന്റെ നിർമ്മാണം. അപ്പോൾ ഇതിന്റെ ആക്യുറസി ലെവൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അല്ലാതെ ഇതിൽ പ്രത്യേകത ഒന്നുമില്ല. അറ്റോമിക് ക്ലോക്ക് എന്ന് വിളിക്കുന്നു മാത്രം. ദെൻ ഓക്കെ, പിന്നെ അതിന്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ, സയന്റിഫിക് റിസർച്ച്, ടൈം സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ പാലിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ആ ക്ലോക്കിനല്ലാതെ എന്തില്ല, വലിയ റെലവൻസ് ഉള്ള സംഭവമല്ല. നെക്സ്റ്റ് വരുന്നതാണ് CRISPR CAS9 എന്ന് പറയുന്ന ഒരു ടേം എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫോട്ടോസിന്തസിസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇറ്റ് ഈസ് ദ റീസെന്റ്ലി യൂസ്ഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ഫസ്റ്റ് ടൈം അൺബയാസ്ഡ് gene editing approach has been used to increase gene expression and improve photosynthesis activity. So photosynthesis activity നമുക്ക് അറിയുന്നതാണ്. ഇവിടെ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് കണ്ടെത്തിയ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ദേ യൂസ്ഡ്, ഈ പറയുന്ന സംഭവം അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ആണത്. ഈ ടെക്നോളജിയുടെ പേര്, ഈ പറഞ്ഞിരിക്കുന്ന ടേം ഒരു ടെക്നോളജിയുടെ പേരാണ്. ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയുടെ പേരാണ്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ആൾട്ടർ ദ ജെനറ്റിക് സീക്വൻസ് ഓഫ് എ സ്പെസിഫിക് ജീൻ ബൈ റിമൂവിങ്, adding or altering sections of the DNA sequence.
ഓക്കെ, അതായത് DNA എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. അപ്പൊ ജീൻ ടെക്നോളജിയാണ്. ജീൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് DNA മാറ്റം വരുത്തുന്നതിലൂടെ ഫോട്ടോസിന്തസിസിൽ വരെ മാറ്റം വരുത്തുന്ന ഒരു ടെക്നോളജി. ഇപ്പൊ നമ്മൾ ഇതെല്ലാം വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ഫോട്ടോസിന്തസിസ് ആണ് പറയുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇലോൺ മസ്ക് ഇതുപോലെ എന്താണ് മനുഷ്യനിലെ തലച്ചോറുകളിൽ ഇതുപോലെയുള്ള ചില ടെക്നോളജികൾ റിസർച്ച് അടുത്ത കാലത്ത് പറയുന്നുണ്ട്. അതായത് ചിപ്പ് യൂസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ദ ന്യൂറോൺസ് അല്ലെങ്കിൽ മെമ്മറി. സോ അത്തരത്തിൽ ടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഫാസ്റ്റ് മൂവിങ് ആണ്. നമ്മൾ കാണുന്നതിനപ്പുറത്ത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് അറിയുന്നില്ല, അതൊരു പ്രൊഡക്റ്റായി ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മാത്രം. ബിക്കോസ് നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ പേരിൽ മാത്രമേ അത് അറിയുള്ളൂ. ബട്ട് അമേരിക്കയിലൊക്കെ ഇത് എന്താണ്, അമേരിക്ക ഇങ്ങനെ ഫസ്റ്റായി എന്ന് ചോദിച്ചാൽ അതാണ് അമേരിക്ക ഇൻവെസ്റ്റിംഗ് ഓൺ റിസർച്ച് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അവർ അത്രമാത്രം ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് അതിനനുസരിച്ച് ബിസിനസ്സും ഉണ്ട്. സോ ദേ ആർ ബിസിനസ് കൺട്രി പ്ലസ് ഫസ്റ്റ് അവർ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ പ്രത്യേകത ആണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ടെക്നോളജിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ജീനോം ടെക്നോളജിയുടെ പേരാണ് CRISPR CA-S9. ഇത് ഉപയോഗിച്ചുകൊണ്ട് ജീനോം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ചിങ് ഓർ ഓൾട്ടറിങ് ദ ഫോട്ടോസിന്തസിസ്. ഓക്കെ, DNA സീക്വൻസിൽ മാറ്റം വരുത്തിയിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. The system consists of molecules that introduce a change into the DNA. അപ്പോൾ DNA മാറ്റം വരുത്തുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. DNA മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. DNA അത്ര പെട്ടെന്നൊന്നും മാറ്റം വരുത്താൻ എളുപ്പമല്ല എന്നുള്ളതാണ്. പക്ഷെ ജീനോം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടെക്നോളജിയിലൂടെ there is a possibility of change in DNA. ഓക്കെ, അപ്പോൾ നമുക്ക് DNA ടെസ്റ്റ് എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാലോ, വളരെ പെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതൊരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പറയുന്ന ഒന്നാണ് നമ്മുടെ എന്താണ് ഈ ആധാർ ബേസ്ഡ് സിസ്റ്റത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യിക്കും, നമ്മുടെ തമ്പ് ഇംപ്രഷൻ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ DNA ടെസ്റ്റ് പോലും പല കേസുകളിലും DNA ടെസ്റ്റ് നടത്തുന്നതിന് പോലും ഇറ്റ്സ് വെരി റിസ്കി എലമെന്റ്. കാരണം അത് എളുപ്പമല്ല. ബിക്കോസ് അവിടെ പലപ്പോഴും വയലേഷൻ ഓഫ് പ്രൈവസി ഇഷ്യൂസും കുറേ വരാറുണ്ട്. ബട്ട് DNA ബാങ്കുകൾ ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ DNA ബാങ്കുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് എല്ലാ വ്യക്തികളുടെയും DNA എന്ത് ചെയ്തിരിക്കുകയാണ്, സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ DNA ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ തുടങ്ങിയിരുന്നു. പക്ഷെ ഇവിടെ അത് എന്തല്ല, ഇറ്റ്സ് നോട്ട് അത്ര പോപ്പുലറൈസ് അല്ല, അല്ലെങ്കിൽ അതിനെതിരെ ഒരു എതിർപ്പുണ്ട്. സോ DNA ബാങ്ക് പോലെയുള്ള സംഭവങ്ങൾ ഇറ്റ്സ് വെരി റവല്യൂഷണറി ചേഞ്ച് എന്ന് പറയാം. അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും എന്ത് സംഭവിക്കും, അതിന്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. ബിക്കോസ് ചേഞ്ച് ഇൻ DNA ആൻഡ് മാത്രമല്ല DNA എന്നുള്ളതിലുള്ള മാറ്റം വരുത്താൻ പറ്റിയാലുള്ള പ്രത്യേകത, വി ക്യാൻ മേക്ക് ഹ്യൂമൻ ബീയിങ്സ് വിത്ത് നെസസറി അല്ലെങ്കിൽ വിത്ത് സം കൈൻഡ് ഓഫ് ക്വാളിറ്റി എന്ന് പറയാം. അതായത് ഓരോ DNA നമ്മൾ ജീൻ ടെക്നോളജിയിൽ പഠിക്കുന്നതാണ് ഓരോ ക്വാളിറ്റി മെഷർമെന്റുകൾ. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് പാരമ്പര്യം. അതായത് പാരമ്പര്യ രോഗങ്ങളുണ്ട്, പാരമ്പര്യമായ ക്വാളിറ്റികളുണ്ട്, പാരമ്പര്യമായ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഓൾമോസ്റ്റ് ഇതിനെ കൺട്രോൾ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റിയാൽ ഇൻ ദ ഫ്യൂച്ചർ ഭാവിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാതാക്കാം. ബിക്കോസ് വി ക്യാൻ ചേഞ്ച് ദ DNA പാറ്റേൺ. അപ്പോൾ മാത്രമല്ല അതിൽ നല്ല DNA സീക്വൻസുകൾ മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാം. ആൻഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഭാവിയിൽ അത്തരത്തിൽ വി ക്യാൻ മേക്ക് സച്ച് എ പേഴ്സൺ വിത്ത് സച്ച് കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ്. അതായത് ഇങ്ങനെ കൃത്യമായ ചില ഫീച്ചേഴ്സ് ഉള്ള ഇന്നൊരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത് പോസിബിൾ ആകും എന്നുള്ളതാണ് DNA ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ ജീൻ ടെക്നോളജിയിലൂടെയൊക്കെ വരുന്ന മാറ്റം. ഓക്കെ, അത് ഭാവിയിലൊക്കെ വരാം. സോ നെക്സ്റ്റ് നമുക്കൊരു അടുത്തൊരു PDF കൂടി നോക്കാം. ഓക്കെ, ഇവിടെ
ഒരു പേര് എഴുതിയിട്ടുണ്ട്. ആരുടെ പേരാണ് എഴുതിയിട്ടുള്ളത്? ഓഡിബിൾ അല്ലേ? രാം പ്രസാദ് ബിസ്മിൽ. ഓക്കെ, യെസ്, രാം പ്രസാദ് ബിസ്മിൽ. ഓക്കെ. അപ്പോ രാം പ്രസാദ് ബിസ്മിൽ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിൽ ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ ഇൻ എ നെറ്റ്ഷെൽ അത് പറയാം. രാം പ്രസാദ് ബിസ്മിൽ എന്ന് പറയുന്നത് വാസ് എ റെവല്യൂഷണറി ലീഡർ. ഓക്കെ, അതായത് നമ്മൾ ഭഗത് സിംഗിനെയൊക്കെ പറയുമ്പോൾ ഭഗത് സിംഗിന് മുൻപ് എന്ന് പറഞ്ഞാൽ അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഭഗത് സിംഗ് റെവല്യൂഷണറി മേഖലയിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഈ മേഖലയിൽ വന്ന ഒരു വ്യക്തിയാണ് രാം പ്രസാദ് ബിസ്മിൽ. സോ അഷ്റഫുള്ള ഖാൻ ആൻഡ് രാം പ്രസാദ് ബിസ്മിൽ എന്ന് പറയുന്ന രണ്ടുപേരാണ്, ദേവർ കമ്പൈൻഡ് എന്ന് പറയാം. ഇവർ രണ്ടുപേരുമാണ് രാം പ്രസാദ് ബിസ്മിൽ ആൻഡ് അഷ്റഫുള്ള ഖാൻ. അപ്പൊ ഇവര് സർഫറോഷി കി തമന്ന അബ് ഹമാരെ ദിൽ മെഹെ എന്നൊക്കെ പറയുന്ന വളരെ പ്രശസ്തമായ ഗാനങ്ങൾ, അതെല്ലാം എന്താണ് റെവല്യൂഷണറി സോങ്സ് എന്നുള്ള കാറ്റഗറിയിലൊക്കെ വരുന്നതാണ്. അപ്പൊ അതെല്ലാം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ രാം പ്രസാദ് ബിസ്മിൽ. അപ്പോ ഇതില് രാം പ്രസാദ് ബിസ്മിലിനൊക്കെ അറിയപ്പെടുന്നത് കാക്കോരി ട്രെയിൻ ലൂട്ടിംഗ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്. കാക്കോരി എന്ന് പറയുന്ന ഒരു ട്രെയിൻ സ്ഥലത്ത് ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് ബ്രിട്ടന്റെ ട്രെയിൻ പോകുമ്പോൾ അത് ലൂട്ട് ചെയ്തു. അതായത് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് അതുപോലെ ഇവിടെ നിന്ന് ധാന്യങ്ങൾ എല്ലാ സാധനങ്ങളും ലണ്ടനിലേക്ക് കടത്തുകയാണ്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഈ സാധനത്തിനെ എന്ത് ചെയ്യുന്നു, ലൂട്ട് ചെയ്തിട്ട് ഇതിലുണ്ടായിരുന്ന പണവും എല്ലാം എടുത്തു. എന്നിട്ട് അത് കാരണം അത് നമ്മളുടെ തന്നെ തുകയാണ്, ഇത് കർഷകരിൽ നിന്നും ഒക്കെ പിടിച്ചെടുത്ത തുകയാണ്. അപ്പൊ അത് ലൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എന്താണ് സംഭവമാണിത്. അപ്പൊ ആ കേസിൽ ഒരാളാണ് രാം പ്രസാദ് ബിസ്മിൽ, വേറൊന്ന് ചന്ദ്രശേഖർ ആസാദ് അതിൽ വരുന്നുണ്ട്. സോ ഓക്കെ, ഇവിടെ ഈ ഒരു ടേം പറയാൻ കാരണം 11th ജൂൺ മാർക്ക്ഡ് ആസ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഫ്രീഡം ഫൈറ്റർ രാം പ്രസാദ് ബിസ്മിൽ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടത്തെ പോയിന്റില്. ആൻഡ് രാം പ്രസാദ് ബിസ്മിലിനെ കുറിച്ച് പിന്നെ എഴുതിയിട്ടുണ്ട്, ഹി കമ്പോസ് ദ പോയട്രി ഇൻ ഉറുദു ആൻഡ് ഹിന്ദി യൂസിങ് പെൻ നെയിംസ് അഗ്യാദ് ആൻഡ് ബിസ്മിൽ. അതൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അതാണ് പറഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞ ഉറുദു സർഫറോഷി കി തമന്ന എന്നൊക്കെ പറയുന്ന സോങ് ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ആണ്. അതുപോലെ വേറെയും ഒരുപാടുണ്ട്. ദെൻ ഓക്കെ, അപ്പൊ അതിൽ അത്രയാണുള്ളത്, വേറെ ഇതിലില്ല. വേറെ പ്രത്യേകതകൾ കാക്കോരി ട്രെയിൻ റോബറി മാസ്റ്റർ മൈൻഡഡ് ബൈ ബിസ്മിൽ aimed to find revolutionary activities. Then Ram Prasad Bismil along with companions Ashrafullah Khan others executed the plan of looting the train at Kakori near Lucknow. Okay, after the revolutionaries stepped into 8 down Saharanpur Lucknow passenger. Okay, adinte execution e kurichu parayunu. And ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, കാക്കോരി ട്രെയിൻ ലൂട്ടിംഗ്. സോ കാക്കോരി ട്രെയിൻ ലൂട്ടിങ്ങിന്റെ മാസ്റ്റർ മൈൻഡ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോ ലക്നൗ അറിയാലോ, ലക്നൗടെയാണ് ഏത് വിച്ച് സ്റ്റേറ്റ്? ലക്നൗ യു പി. ഓക്കെ, യെസ്. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് യു പി ആണ് ലക്നൗ. ഓക്കെ, സോ നെക്സ്റ്റ് ജനറൽ ആന്റി അവോയ്ഡൻസ് റൂൾ എന്ന് പറയുന്നതാണ് ഗാർ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫേമസ് എന്ന് പറഞ്ഞാൽ ഗാർ പലപ്പോഴും പലതക്കിലും കാണാം. അത് ഓക്കെ, അതിനെക്കുറിച്ച് നോക്കാം. സോ ദ തെലങ്കാന ഹൈക്കോർട്ട് മെയ്ഡ് എ സിഗ്നിഫിക്കന്റ് റൂളിംഗ് റിഗാർഡിംഗ് ദ ഗാർ. ഒരു റൂളിംഗ് വന്നതാണ്. ബാഗ് എന്ന് പറയുന്നത് എ കോർട്ട് റൂൾഡ് അഗൻസ്റ്റ് ടാക്സ് പെയർ അയോധ്യ രാമി റെഡ്ഡി അല്ല in case where the revenue department had invoked GAAR. This decision notable as it marks the first judgment on GAR since its implementation in 2017. 2017 ഗാർ വന്നത്, അതിനുശേഷം വന്ന ഫസ്റ്റ് ഹിയറിംഗ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു കേസ് ഹിയറിംഗ് തന്നെ പറയാം. അതാണ് ഈ പറഞ്ഞ ഹിയറിംഗ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ആദ്യം എന്താണ് ഈ ഗാർ എന്ന് നോക്കാം. അതായത് ജനറൽ ആന്റി അവോയ്ഡൻസ് റൂൾ ആണ്. ഇറ്റ് ഈസ് ആൻ ആന്റി tax avoidance law in India aimed to curbing tax evasion and presenting tax. അതായത് നികുതി വെട്ടിപ്പ്, നികുതി അടയ്ക്കാതെ ആൾക്കാർ അല്ലെങ്കിൽ നികുതി ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, കള്ളക്കണക്കുകൾ എഴുതുക,
അല്ലെങ്കിൽ നികുതി അടയ്ക്കാതിരിക്കാൻ വേണ്ടി റേറ്റ് കുറച്ച് കാണിക്കുക, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ മൊത്തം എമൗണ്ടിന് മുമ്പ് കുറച്ച് എമൗണ്ട് കുറച്ച് എഴുതി കഴിഞ്ഞാൽ ടാക്സ് വരാത്ത സ്ഥിതികളുണ്ടാവും. അപ്പോൾ അത് അങ്ങനെയുള്ള രീതികൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചിലത് ടാക്സ് ഇവേഷൻ ആണ്, അതായത് ടാക്സ് വെട്ടിപ്പാണ്. എന്നാൽ ടാക്സ് സ്ലാബിലുള്ള എന്താണ് റിഡംഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടാക്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ചില കുറവുകളുണ്ട്. അതായത് അത് അലൗഡ് ആണ്. നമ്മൾ നികുതി ഇളവുകൾ എന്ന് പറയുന്നുണ്ട്. ആ നികുതി ഇളവുകൾ ടാക്സ് റേറ്റിൽ തന്നെ പറയും, അതായത് ഗവൺമെന്റ് തന്നെ കൊണ്ടുവരുന്നതാണ് ഇളവുകൾ, അത് പെർമിസിബിൾ ആണ്. പക്ഷെ ഇതല്ല, ഇത് അടയ്ക്കണം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അടയ്ക്കാതിരിക്കുകയും അതിനെ വെട്ടിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടി വന്നതാണ് ഈ ഗാർ എന്ന് പറയുന്ന റൂള്. സോ ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 2017. അപ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് അതാണ്, ടു ചെക്ക് അഗ്രസീവ് ടാക്സ് പ്ലാനിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ്, GAR can be invoked for transactions that are legal but are entered into primarily to avoid tax. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. It is distinguished between acceptable tax migration and unacceptable tax avoidance or evasion. ടാക്സ് വെട്ടിപ്പ് തടയുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ കോൺസെപ്റ്റ്. ടാക്സ് migration is allowed under the act even after GAR's implementation. Then evasion, which is illegal, is not covered by GAR existing laws. അപ്പോൾ ഇതിന്റെ പ്രത്യേകത, ഇത് ഈ നിയമപ്രകാരം ഗാർ പ്രകാരം ടാക്സ് ഇവേഷനെ കുറിച്ച് അതിൽ പറയുന്നില്ല. അപ്പൊ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്താണ് വെട്ടിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ടാക്സിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ്. സോ ഇവേഡ് ചെയ്യുക. ഇവിടത്തെ ഈ കേസ് വരാൻ കാരണം അയോധ്യ രാമി റെഡ്ഡി അല്ല എന്ന് പറയുന്ന കേസിലാണ് വരുന്നത്. അത് ആദ്യമായിട്ട് വന്നൊരു കേസാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഗാർ കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുക. ഇവിടെ വേറൊരു സംഭവം അതിൽ വരുന്നതാണ്, GAR is an often discussed in relation to base erosion and profit shifting. It is refers to tax avoidance strategies by multinational corporations to shift profit to tax havens, thus eroding tax base. അതായത് വലിയ കമ്പനികൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന രീതികൾ ആണ് ഇത് ചെയ്യുന്നത്. ഈ പറയുന്ന BEPS എന്നുള്ള കോൺസെപ്റ്റിലൂടെ നമ്മൾ മറികടക്കുന്നത്, ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ്. അപ്പൊ അതില് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ അമേരിക്കയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു രീതി, അവര് എന്താണ് മൾട്ടിപ്പിൾ കമ്പനിയായിട്ട് അവർ ഷിഫ്റ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത്ര ശതമാനത്തിൽ കൂടുതൽ വരുമാനം വന്നാൽ, അവർക്ക് ഗ്രോസ് പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദേ ഹാവ് ടു മേക്ക് ഇറ്റ് എ ന്യൂ കമ്പനി. അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഗൂഗിൾ എന്ത് ചെയ്യുന്നു, ഒറ്റ കമ്പനിയായിട്ട് നിന്നിട്ട് ടാക്സ് അടയ്ക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അറിയുന്നതാണ്, അതായത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ, അതായത് കന്യാകുമാരി മീൻസ് ഇൻ തമിഴ്നാടു നെയ്യാർ ഡാമിന്റെ ഭാഗങ്ങൾ വരെ നീണ്ടു കിടക്കുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഇതിന്റെ ഇപ്പൊ അടുത്ത് ന്യൂസിൽ വരാൻ കാരണം, the 6 states traversed by Western Ghats have requested a reduction in the extent of the proposed eco-sensitive areas to allow for development works. അപ്പോൾ ഈ ESA, അതായത് എക്കോളജിക്കലി ആണ് അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളുണ്ട്. അപ്പൊ അത്തരം ഏരിയകളിൽ എന്ത് ചെയ്യാം, റിഡക്ഷൻ കൊണ്ടുവരിക. റിഡക്ഷൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ഇളവുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. These states have recommended their concerns to expert panel appointed by the center, which is tasking finalizing draft notification. അപ്പൊ ഈ സ്റ്റേറ്റുകളെല്ലാം കൺസേൺ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വെസ്റ്റേൺ ഗട്ട്സ് ഈസ് റിച്ച് ഓഫ് ഫ്ലോറാസ് ആൻഡ് ഫോണാസ്, ഒരുപാട് ഉള്ളതാണ്. ബയോഡൈവേഴ്സിറ്റി വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ ഭാഗമാണ് നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് നാഷണൽ പാർക്കുകൾ വരുന്നത്. അതിരപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്, വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. വെസ്റ്റേൺ ഗട്ട്സ് ഉള്ളത് കൊണ്ടാണ് ശരിക്കും കേരളത്തിൽ മൺസൂൺ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ ഒരു കാരണം. ഓക്കെ, അപ്പോ ഇതിൽ പറയുന്നത് ഈ റീജിയണലിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് റീജിയൻ ജിയോളജിക്കൽ ഡൈവേഴ്സിറ്റി വിത്ത് റോക്സ് സച്ച് ആസ് ബസാൾട്ട്, അവിടെയുള്ള കല്ലുകൾ പറയുന്നതാണ്, ഇത് പ്രധാനപ്പെട്ട കല്ലിനങ്ങളാണ് അതൊക്കെ. ദെൻ ബയോഡൈവേഴ്സിറ്റി പറയുന്നു, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ്. ഇന്ത്യയുടെ 30% ഫ്ലോറ ആൻഡ് ഫോണ ഉള്ളത് ഇവിടെയാണ്. പിന്നെ ഹൈഡ്രോളജി പറയുന്നത് റിവേഴ്സ്, പ്രധാനപ്പെട്ട നദികൾ നമുക്കറിയുന്നതാണ്, ഭാരതപ്പുഴ, പെരിയാർ, ഇതൊക്കെ കേരളത്തിലുള്ളതും. പിന്നെ നേത്രാവതി എന്ന് പറയുന്നത് കർണാടകയിലാണ്, നേത്രാവതി റിവർ മംഗളൂരുവിലൂടെ പോകുന്നതാണ്. പിന്നെ ശരാവതി നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ
വാട്ടർഫോൾ ആയിട്ടുള്ള ജോഗ് വാട്ടർഫോൾ ഈ നദിയിലാണ്. ആൻഡ് മണ്ടോവി എന്ന് പറയുന്ന റിവർ ഇറ്റ്സ് സിറ്റുവേറ്റഡ് ഇൻ ഗോവ. ഓക്കെ, അതായത് ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്ന് വിളിക്കുന്ന നദിയാണ് മണ്ടോവി. അപ്പൊ ഈ നദികളൊക്കെ വെസ്റ്റേൺ ഘട്ട്സിലാണുള്ളത്. പിന്നെ റിവർ ഫ്ലോയിങ് ഈസ്റ്റ് വേർഡ് ഇൻക്ലൂഡ്സ് മേജർ റിവേഴ്സിലൊക്കെ സജാസ് ഗോദാവരി, കൃഷ്ണ, കാവേരി, അതൊക്കെ ഈ വഴിയിലൂടെ പോകുന്നത് തന്നെയാണ്. പിന്നെ പൊളിറ്റിക്കൽ ജോഗ്രഫി പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 5 സ്റ്റേറ്റിലൂടെ വരുന്നു. മൗണ്ടൻ റേഞ്ചസ് ആൻഡ് പീക്സ്, ഇതിൽ നീലഗിരി കുന്നുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ആനമുടി, കേരളത്തിലാണുള്ളത് ആനമുടി. ഈ ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ വെസ്റ്റേൺ ഘട്ട്സിലെ മല. ഇറ്റ്സ് സിറ്റുവേറ്റഡ് ഇൻ ഇടുക്കി. ഓക്കെ, മൂന്നാറിൽ അടുത്താണ്. ഓക്കെ, അപ്പൊ അത്രയാണ് അതിൽ വരുന്നത്. ആൻഡ് ഓക്കെ, സോ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉള്ളത്, എ ന്യൂ വേ ടു പ്രെഡിക്റ്റ് എൽ നിനോ ആൻഡ് ലാനിന. ഈ എൽ നിനോ ആൻഡ് ലാനിന എന്ന് പറയുന്നതാണ് കാലാവസ്ഥയുടെ ആണ്. അപ്പോ അതിശക്തമായ ചൂടും അതിശക്തമായ മഴയും ഇതൊക്കെ വരുന്നത് കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതിന് യൂസ് ചെയ്യുന്നതിന് ടേമുകളാണിത്. ഇത് ഈ എൽ നിനോ ആൻഡ് ലാനിന എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഇറ്റ്സ് എ ഫിനോമിൻ. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ് ബേസ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ പ്രൊഡക്റ്റ് ആണത്. അത് എന്ത് ചെയ്യുന്നു, എൽ നിനോ ലാനിന എന്ന് പറയുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. എൽ നിനോ അതിന്റെ ഫുൾ ഡീറ്റെയിലുകളിലേക്ക് പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചിട്ടുള്ളതും പിന്നെ ഇന്റർനാഷണലി ഓഷ്യൻ റൈസ്, മുമ്പ് പറഞ്ഞ പോലെ കടല് സമുദ്രനിരപ്പ് ഉയരുക, വേറൊന്ന് കാറ്റിന്റെ ശക്തി, പിന്നെ ചില ഏരിയകളിൽ ഡ്രൈ ആയി പോവുക, പെട്ടെന്ന് തണുപ്പുള്ള രാജ്യങ്ങൾ ചൂടാവുകയും ചൂടുള്ള രാജ്യങ്ങളൊക്കെ തണുപ്പാവുകയും ചെയ്യുന്ന പ്രതിഭാസം. ഇപ്പോൾ മഴ ഇല്ലാത്ത രാജ്യങ്ങളിൽ മഴ പെയ്യുക, മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ ശക്തമായി ചൂട്. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ഈ എൽ നിനോ ആൻഡ് ലാനിന പ്രതിഭാസം കാരണമാണ്. ഓക്കെ, അതിൽ മഴ കൂടുതലും ഒക്കെ ഇതിൽ ഭാഗമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന പഠിക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞത്, ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോ യെസ്, നമുക്കപ്പോ എന്തായാലും ലെറ്റ്സ് കൺക്ലൂഡ് ദ സെഷൻ.